ഹായ് ആൾ, വെൽക്കം ടു ആൻസി ടെക് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ SSC ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടത്തുന്നത്. SSC ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമിൻ്റെ കോച്ചിങ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In the following question, select the related word pair from the given alternatives. കാർ, ടയർ. അടുത്ത ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹൗസ് റൂം, ബി ലേബർ സാലറി, സി ക്യാമറ ഫോട്ടോ, ഡി ഹൗസ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ കാർ ടയറിന് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ഏതാണ്? ഹൗസ് റൂം അല്ലേ? കാറിന് ടയർ ഉള്ളതുപോലെ ഹൗസിൽ എന്തുണ്ട്? റൂമുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് വേർഡ് ഫ്രം ദ ഗീവൻ അൾട്ടർനേറ്റീവ്സ്. ട്രയാങ്കിൾ, ഫിഗർ, കാർ, ഡാഷ്. ഓപ്ഷൻ വെഹിക്കിൾ, സീറ്റ്, റോഡ്, വൈറ്റ്. ഓക്കെ, ആൻസർ വരുന്നത് എന്താണ്? ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു ഫിഗറാണ്, കാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു വെഹിക്കിളാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് വേർഡ് ഫ്രം ദ ഗീവൻ അൾട്ടർനേറ്റീവ്സ്. ഹവർ, മിനിറ്റ്, കിലോമീറ്റർ, ഡാഷ്. ഓപ്ഷൻ എ മീറ്റർ, ബി ഗ്രാം, സി ലിറ്റർ, ഡി വെയ്റ്റ്. ആൻസർ ഏതാണ്? കിലോമീറ്ററും മീറ്ററുമാണ് അല്ലേ? ഹവർ എന്ന് പറയുന്നത് മിനിറ്റ്, 1 ഹവർ ഈക്വൽ 60 മിനിറ്റ് ആണ്. 1 കിലോമീറ്റർ ഈക്വൽസ് 1000 മീറ്ററുമാണ് അല്ലേ? അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് ലെറ്റേഴ്സ് ഫ്രം ദ ഗീവൻ അൾട്ടർനേറ്റീവ്സ്. FRIL, OL, UI. അതുപോലെ TRAMൻ്റെ റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക. FRILൻ്റെ റിലേഷൻ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എങ്ങനെയാണ്? ഇപ്പോൾ എല്ലിനോട് +3 ചെയ്യുമ്പോഴാണ് നമുക്ക് O കിട്ടുന്നത്. അതുപോലെ ഐനോട് +3 ചെയ്യുമ്പോഴാണ് L കിട്ടുന്നത്. എഫിനോട് +3 ചെയ്യുമ്പോഴാണ് I കിട്ടുന്നത്. അതുപോലെ ആറിനോട് +3 ചെയ്യുമ്പോഴാണ് U കിട്ടുന്നത്. അപ്പം നിങ്ങൾ ആ റിലേഷൻ വെച്ച് സെയിം TRAM ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് PDUW ആണ്. +3 ചെയ്താണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്ത 5. In the following question, select the related letters from the given alternatives. ROCK, VSGO. BELTക്ക് നേരെ ഏതാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും ഈ റിലേഷൻസ് നമ്മൾ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? എല്ലാം +4 വെച്ച് കൂട്ടിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ BELTക്ക് നേരെ വരുന്നത് FIPSX ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ അത് കിട്ടും. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് ലെറ്റേഴ്സ് ഫ്രം ദ ഗീവൻ അൾട്ടർനേറ്റീവ്സ്. LSHQ ആണ്. LSHQ ആണ്. TQന് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിലേഷൻ നോക്കുമ്പോൾ LSന് HQ ആയിട്ട് HO ആയിട്ടാണ് റിലേഷൻ വരുന്നത്. TQന് റിലേഷൻ വരുന്നത് JGU ആയിട്ടാണ് റിലേഷൻ വരുന്നത്. അത് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് കിട്ടും. അതായത് L കഴിഞ്ഞ് LMNO PQRS, അതുപോലെയാണ് HIJK LMNO വരുന്നത്. അപ്പോൾ അതുപോലെ റിലേഷനാണ് TQവും JGU ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് നമ്പർ ഫ്രം ദ ഗീവൻ അൾട്ടർനേറ്റീവ്സ്. 12, 50, 18, ഡാഷ്. ഓപ്ഷൻ 40, 70, 80, 60 ആണ്. അപ്പോൾ 12ഉം 50ഉം ആയിട്ട് റിലേഷൻ നമ്മൾ ആദ്യം നോക്കുക. നമ്മൾ നോക്കുമ്പോൾ 12 × 5 എന്താണ്? 12 × 5 എന്താണ്? 60 ആണ്. 60 - 10 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 50 കിട്ടുന്നത്. അതുപോലെ 18 × 5 ആണ് 90. 90 - 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 80 കിട്ടും. ആൻസർ ഓപ്ഷൻ സി ആണ് 80. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് നമ്പർ ഫ്രം ദ ഗീവൻ അൾട്ടർനേറ്റീവ്സ്. 11, 121, 15, ഡാഷ്. ഓക്കെ, 11 അറിയാം നമുക്ക്. 11ൻ്റെ സ്ക്വയർ ആണ് 121, 15ൻ്റെ സ്ക്വയർ ആണ് 225. അടുത്ത 9. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് നമ്പർ ഫ്രം ദ ഗീവൻ അൾട്ടർനേറ്റീവ്സ്. 49, 56, 81, ഡാഷ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? 49ൻ്റെ കൂടെ 7 കൂട്ടുമ്പോഴാണ് 56 കിട്ടുന്നത്. അതുപോലെ 81ൻ്റെ കൂടെ 7 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 88 കിട്ടും. ആൻസർ ബി ആണ് ആൻസർ. അടുത്ത 10. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഓഡ് വേർഡ് ഫ്രം ദ ഗീവൻ അൾട്ടർനേറ്റീവ്സ്. ലാൻഡ്, ലെഗ്സ്, ലങ്സ്, ഇയർ. അപ്പോൾ ഇത് നോക്കുമ്പോൾ എന്താണ്? ലാൻഡും ഇയറും ലെഗ്സും ഒക്കെ എന്താണ്? ഔട്ടർ ഓർഗൻസ് ആണ്. അതേസമയം ലങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്നർ ഓർഗൻ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് ലങ്സ്. അടുത്ത 11. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഓഡ് വേർഡ് ഫ്രം ദ ഗീവൻ അൾട്ടർനേറ്റീവ്സ്. ലിസാർഡ്, റാബിറ്റ്, സ്നേക്ക്, ക്രോക്കഡൈൽ.
ഇതിൽ ലിസാർഡും സ്നേക്കും ക്രോക്കഡൈലും എന്താണ് ക്രീപ്പിംഗ് ഓർഗാനിസംസ് ആണ്. എന്നാൽ റാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു 4 feet ഉള്ള ഒരു ഓർഗാനിസം ആണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് റാബിറ്റ്. 12. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഓഡ് വേർഡ് ഫ്രം ദ ഗീവൻ ആൾട്ടർനേറ്റീവ്സ്. കാർ, ബസ്, ട്രക്ക്, ട്രാൻസ്പോർട്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ്? ഓപ്ഷൻ ഡി ട്രാൻസ്പോർട്ട് ആണ്. അടുത്ത 13. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഓഡ് ലെറ്റേഴ്സ് ഫ്രം ദ ഗീവൻ ആൾട്ടർനേറ്റീവ്സ്. IFC, LIF, SPM, GDS, GDZ. അപ്പോൾ ഇതിൽ നോക്കിയ റിലേഷൻ നോക്കുമ്പോൾ IGH കഴിഞ്ഞ് C കഴിഞ്ഞ് നോക്കി ആദ്യത്തെ റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുക. CABCDE കഴിഞ്ഞാണ് F വരുന്നത്. GH കഴിഞ്ഞ് I വരും. ഓക്കെ, അതുപോലെ FGH കഴിഞ്ഞ് I, JK കഴിഞ്ഞ് L. അപ്പോൾ ആ ഒരു റിലേഷൻ എല്ലാത്തിനും സാറ്റിസ്ഫൈ ചെയ്യും. ഈ ലാസ്റ്റ് മാത്രം GDZ അത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത 14. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഓഡ് ലെറ്റേഴ്സ് ഫ്രം ദ ഗീവൻ ആൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ LO, HS, IR, CY. അപ്പോൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് CY ആണ് കിട്ടുന്നത്. അത് നോക്കിയാൽ മതി. എല്ലും ഒയും ഒരു റിലേഷൻ ഉണ്ട്. അത് ഫ്രണ്ടിൽ നിന്ന് നോക്കുക, ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഒരു റിലേഷൻ വരുന്നുണ്ട്. എല്ലും ഒയും ആയിട്ട്, HUം SUം ആയിട്ട് സെയിം റിലേഷൻ ഉണ്ട്. IUം R ആയിട്ടുണ്ട്. പക്ഷേ CY ആയിട്ട് ആ റിലേഷൻ കിട്ടുന്നില്ല. അടുത്ത 15. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഓഡ് ലെറ്റേഴ്സ് ഫ്രം ദ ഗീവൻ ആൾട്ടർനേറ്റീവ്സ്. XSNI, OJEY, UPKF, EZUP. അപ്പോൾ ചെയ്തു നോക്കുക. ഇത് എളുപ്പമാണ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടുന്നത്. റോങ് ആയിട്ട് ബാക്കി 3 ഒരേ പാറ്റേൺ ഫോളോ ചെയ്യും. അടുത്ത 16. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഓഡ് നമ്പർ ഫ്രം ദി ഗീവൻ ആൾട്ടർനേറ്റീവ്സ്. 10, 101. ഓപ്ഷൻ ബി 12, 145. C 24, 577. D 26, 675. ഇത് നോക്കുമ്പോൾ റിലേഷൻ നോക്കുക. 10 × 10 ആണ് 100, പ്ലസ് 1 ആണ് 101. അതുപോലെ 12 × 2 പ്ലസ് 1 ആണ് 145. 24 × 24 പ്ലസ് 1 ആണ് 577. പക്ഷേ ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല. 26 × 26 പ്ലസ് 1 ആകുമ്പോൾ 677 വരും. ഇവിടെ 675 ആണ്. അപ്പോൾ അത് തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത 17. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഓഡ് നമ്പർ ഫ്രം ദ ഗീവൻ ആൾട്ടർനേറ്റീവ്സ്. 23, 37, 41, 51. ഇതിൽ എല്ലാ നമ്പേഴ്സും പ്രൈം ആണ്. ഏതൊഴിച്ച് 51 ഒഴിച്ച് ബാക്കി നമ്പേഴ്സൊക്കെ പ്രൈം ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 18th ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഓഡ് നമ്പർ പെയർ ഫ്രം ദി ഗീവൻ ആൾട്ടർനേറ്റീവ്സ്. ഓപ്ഷൻ എ 11, 26. ഓപ്ഷൻ ബി 16, 33. ഓപ്ഷൻ സി 13, 28. ഓപ്ഷൻ ഡി 18, 33. ആൻസർ വരുന്നത് 11ഉം 26 - 11 എന്ന് പറയുന്നത് എത്രയാണ്? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 15 ആണ്. 13, 28 ഡിഫറൻസ് 15 ആണ്. ഇവിടെയും ഡിഫറൻസ് 15 ആണ്. ഇവിടെ ഡിഫറൻസ് 17 ആയിരുന്നു. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത 19th ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഡിക്ഷണറി വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് വിൽ കം അറ്റ് ദി സെക്കൻഡ് പൊസിഷൻ. നമുക്കറിയാം ഡിക്ഷണറി വെച്ച് ഡിക്ഷണറിയിൽ ആ ഒരു മാർക്കിംഗ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വരുന്ന വർക്ക് ഇയർ ആണ്. രണ്ടാമത് ഇയർ മാർക്കാണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, ഇയർ മാർക്ക്. അതെല്ലാവർക്കും ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർക്ക് ക്ലാസ്സിൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും. ഫ്രം ദ ഗീവൻ ആൾട്ടർനേറ്റീവ്സ് അക്കോർഡിംഗ് ടു ഡിക്ഷണറിയിൽ വിച്ച് വേർഡ് വിൽ കം അറ്റ് ലാസ്റ്റ് പൊസിഷൻ. ലാസ്റ്റ് പൊസിഷനിൽ വരുന്ന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ഒപ്പേക്ക് വരും, പിന്നെ ഓയിൻമെൻറ്റ് വരും, പിന്നെ ഓർഡർലി വരും, ലാസ്റ്റ് വരുന്നതാണ് ഓർഡിനറി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത 21. അറേഞ്ച് ദ ഗീവൻ വേർഡ്സ് ദ സീക്വൻസ് ഇൻ വിച്ച് ദേ ഒക്കർ ഇൻ ദ ഡിക്ഷണറി. അപ്പോൾ ഇതും അറേഞ്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 4, 3, 2, 1, 5 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ കിട്ടുന്നത്. 22. A series is given with one term missing. Select the correct alternative from the given ones that will complete the series. LMK, FGE, ZAY, TUS ആണ്. അപ്പോൾ ഈ സീരീസ് നോക്കി നോക്കുക. അതായത് ആദ്യത്തുമായിട്ട് എല്ലും എഫും ആയിട്ടും ഇതുമായിട്ട് +6 കൂടി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 3 കൂടി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിലേഷൻ നോക്കുക. റിലേഷൻ നോക്കുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, NOM. ഇതൊക്കെ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ. അടുത്ത 23. A series is given with one term missing. Select the correct alternative from the given ones that will complete the series. RSK, TVM, VYO, XBQ. ഇതും ആ ഒരു സീരീസാണ്. 2 കൂടി പോകുന്നത് 3 കൂടി പോകുന്ന സീരീസാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ZES എന്നാണ് വരുന്നത് ആൻസർ. 24. A series is given with one term missing. Select the correct alternative from the given ones that will complete the series. KPM, PVR, UBW, ZHB. ഇതിലും 6ഉം 5ഉം കൂടി വരുന്ന ഒരു സീരീസാണ്. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. ആൻസർ വരുന്നത് ENG ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്.
25. In the following question, select the missing number from the given alternatives. 35, 39, 48, 64, 89. അടുത്ത് വരുന്നത് ഏത് നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ റിലേഷൻ നോക്കുക. 35 പ്ലസ് 2 സ്ക്വയർ ആണ് 39 എന്ന് പറയുന്നത്. അതുപോലെ 39 പ്ലസ് 3 സ്ക്വയർ ആണ് 48. ഇനി 48 പ്ലസ് 4 സ്ക്വയർ ആണ് 64. 64 പ്ലസ് 5 സ്ക്വയർ ആണ് 89. 89 പ്ലസ് 6 സ്ക്വയർ ആണ് 125. ആൻസർ ഓപ്ഷൻ സി ആണ്. 26. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ മിസ്സിംഗ് നമ്പർ ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ്സ്. 41, 13, 54, 67, 121. അപ്പോൾ അതൊരു സീരീസിലാണ് പോകുന്നത്. 41 ആദ്യം ഉണ്ട്. ഇനി ഈ 13 പ്ലസ് 41 ആണ് 54 എന്ന് പറയുന്നത്. അടുത്ത ആ 54 പ്ലസ് 13 ആണ് 67 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 41 ഇവിടെ വന്നു, ഈ 13 ഇവിടെ വന്നു. അടുത്ത ഈ 67 പ്ലസ് 54 ആണ്, ഈ 54 ഇവിടെ വരും, 121 എന്ന് പറയുന്നത്. ഇനി ആ 121 പ്ലസ് 61 ആണ് 188 എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത 27. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ മിസ്സിംഗ് നമ്പർ ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ്സ്. 9, 23, 50, 103, 208. ഓക്കെ, അടുത്ത് വരുന്നത് ഏതാണ് റിലേഷൻ എന്ന് നോക്കുമ്പോൾ നമുക്ക് 9 ഇൻറ്റു ആ നമ്പേഴ്സും റിലേഷൻ 9 ഇൻറ്റു 2 18 പ്ലസ് 5 ആണ് 23. അതുപോലെ 23 ഇൻറ്റു 2 പ്ലസ് 4 ആണ് 50. 50 ഇൻറ്റു 2 പ്ലസ് 3 ആണ് 103. അടുത്ത 103 ഇൻറ്റു 2 പ്ലസ് 2 ആണ് 208. 208 ഇൻറ്റു 2 പ്ലസ് 1 ആണ് 417. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത 28. 5 people are standing in a ticket booking line. A, C and D are standing together. D is between A and C. A is immediately behind B and E. And E is immediately behind C. Who is standing second last in the line? സെക്കൻഡ് ലാസ്റ്റ് ആര് നിൽക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഒരു ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് ബി, എ, ഡി, സി, ഇ എന്ന് വരും. അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുന്നത് ആരാണ്? സി ആണ് സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത 29. At a family gathering, C explained her relation with D by saying that D is the granddaughter of C's mother's mother. If C's mother has no siblings, then how is D related to C? ഓക്കെ, അപ്പോൾ സിയുടെ മദർ വരുന്നു, സിയുടെ മദറിൻ്റെ മദർ, സിയുടെ ഗ്രാൻഡ് മദർ ഇവിടെ വരുന്നു. അപ്പോൾ ഇനി സിയുടെ എന്തെന്നാ പറയുന്നത്? സി എക്സ്പ്ലെയിൻ ഹർ റിലേഷൻ വിത്ത് ഡി ബൈ സേയിങ് ദാറ്റ് ഡി ഈസ് ദ ഗ്രാൻഡ് ഡോക്ടർ ഓഫ് സീസ് മദേഴ്സ്. ഓക്കെ, ഇഫ് സീസ് മദർ ഹാസ് നോ സിബ്ലിങ്സ് ദെൻ ഹൗ ഇസ് ഡി റിലേറ്റഡ് ടു സി ആണ്. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ്? സിയുടെ മദേഴ്സുമായിട്ട് റിലേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സിയും ഡിയും എന്തായിരിക്കും? സിയും ഡിയും എന്താണ്? സി എന്ന് പറയുന്നത് എന്താണ്? ദെൻ ഹൗ ഇസ് ഡി റിലേറ്റഡ് ടു സി? സിയുടെ ആരാണ് ഡി? ഡി എന്ന് പറയുന്നത് സിയുടെ സിസ്റ്റർ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 30. From the given alternative words, select the word which cannot be formed using the letters of the given word. Chain, acute, stain, China. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലെറ്റേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി ആണ്, അക്യൂട്ട് ആണ് വരുന്നത്. 31. If CHATEAU is coded as DIBU FBV, then how will FOX will be coded as? അപ്പോൾ FOX ആ റിലേഷൻ നോക്കുക, GPY എന്ന് കിട്ടും. എളുപ്പമാണ്, ചെയ്യുമ്പോൾ കിട്ടും. ആൻസർ ഓപ്ഷൻ സി ആണ്. 32. In a certain code language, 2579 means nice bow and arrow, 3457 means healthy and nice fruit, and 8721 means bow to nice king. Find the code for bow. ബോയുടെ കോഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2579 എന്ന് പറഞ്ഞാൽ എന്താണ്? നൈസ് ബോ ആൻഡ് ആരോ. 3457 ഹെൽത്തി ആൻഡ് നൈസ് ഫ്രൂട്ട്. അപ്പോൾ അതിൽ നിന്ന് നൈസും ബോയും എന്ന് പറയുന്നത് എന്തായിരിക്കും? 2ഓ 7ഓ ആണെന്ന് കിട്ടും. അപ്പോൾ അത് ആ റിലേഷൻ നോക്കുക. അങ്ങനെ നമുക്ക് മൂന്നും കൂടി റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബോ എന്ന് പറയുന്നത് 2 ആയിട്ട് കിട്ടും. അടുത്ത 33. ഇൻ എ സെർട്ടൻ കോഡ് പ്ലസ് റിപ്രസെൻറ്റ്സ് മൈനസ്, മൈനസ് റിപ്രസെൻറ്റ്സ് ഇൻറ്റു, ഇൻറ്റു റിപ്രസെൻറ്റ്സ് ഡിവൈഡ് ആൻഡ് ഡിവൈഡ് റിപ്രസെൻറ്റ്സ് പ്ലസ്. ഫൈൻഡ് ഔട്ട് ദി ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ വരും? 100 ഇൻറ്റു ഡിവൈഡ് 100 by 5 മൈനസ് 15 ഇൻറ്റു 12 പ്ലസ് 6 എന്ന് വരും. ചെയ്യുമ്പോൾ ആൻസർ മൈനസ് 154 കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 34. If 74% 36 equals 2, 29% 61 equals 4, and 19% 26 equals 2, then find the value of 48% 25. അപ്പോൾ അത് നമ്മുടെ റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 74% 36 2 ആണ്. അത് കിട്ടുന്നത് എങ്ങനെയാണ്? ആ റിലേഷൻ അത് നമ്മൾ കണ്ടുപിടിക്കാം.
എങ്ങനെയാണ് 7 മൈനസ് 6 പ്ലസ് 4 മൈനസ് 3 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത് 2 കിട്ടുന്നത്. ഓക്കെ, അതുപോലെ ആ ഒരു റിലേഷനാണ് ആ ആൻസർ 48% 25 വരുന്നത്. അതായത് 4 മൈനസ് 5 പ്ലസ് 8 മൈനസ് 2 ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത 35, ഇഫ് എ സ്റ്റാർ ബി മീൻസ് എ ഈസ് ദ ഡോക്ടർ ഓഫ് ബി, എ ഹാഷ് ബി മീൻസ് എ ഈസ് ദ ബ്രദർ ഓഫ് ബി, ആൻഡ് ഇഫ് എ ഇൻറ്റു ബി മീൻസ് എ ഈസ് ദ ഫാദർ ഓഫ് ബി, ദെൻ വാട്ട് ഡസ് ഇത് മീൻ ചെയ്യുന്നത് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ അറിയണം, ക്ലാസ്സിൽ പഠിപ്പിക്കും. ആൻസർ ഓപ്ഷൻ സി ആണ്. പി ഈസ് ദ സിസ്റ്റർ ഓഫ് എസ് എന്ന് വരും. ഓക്കെ, അടുത്ത 36, സെലക്ട് ദ മിസ്സിംഗ് നമ്പർ ഫ്രം ദ ഗിവൻ റെസ്പോൺസസ്. മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 7 പ്ലസ് 1 പ്ലസ് 7 ആണ് ഇത് 8, 4 പ്ലസ് 5 ആണ് 9. അപ്പോൾ ഇത് 10 പ്ലസ് 4 14 എന്ന് വരും. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത 37, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടേംസ് ഫോളോ ദ ട്രെൻഡ് ഓഫ് ദി ഗിവൻ ലിസ്റ്റ്. അതിപ്പോൾ നോക്കുക, ബി ആണെങ്കിൽ ഇങ്ങനെ ബാക്കിലോട്ട് മൂവ് ചെയ്ത് വരികയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്. എ വന്നിട്ട് ബി എ ഇതാണ് ആൻസർ വരുന്നത്. ബി കുറഞ്ഞ് ബാക്കിലോട്ട് മാറി പോവുകയാണ്. അടുത്ത 38, എ പ്ലെയിൻ ടേക്സ് ഓഫ് ആൻഡ് ഫ്ലൈസ് 30 കിലോമീറ്റർ സൗത്ത്, then it turns east and flies 10 kilometer, then it turns to its left and flies 25 kilometer, then it turns and flies 10 kilometer towards west. Where is the plane now with respect to its starting position? ഓക്കെ, അപ്പോൾ നോക്കുക, ഈ പ്ലെയിൻ ടേക്സ് ഓഫ് ആൻഡ് ഫ്ലൈസ് 30 കിലോമീറ്റർ സൗത്ത് ആണ്. 30 കിലോമീറ്റർ സൗത്തിലേക്ക് വന്നു, 30 കിലോമീറ്റർ. പിന്നെ എന്താ, then it turns east and flies 10, ഈസ്റ്റിലേക്ക് 10, and it turns to its left and flies 25, ലെഫ്റ്റിലേക്ക് 25. then it turns and flies 10 kilometer towards വെസ്റ്റിലേക്ക് 10 ഉണ്ട്. അപ്പോൾ വേർ ഈസ് ദ പ്ലെയിൻ നൗ വിത്ത് ഇസ് റെസ്പെക്ട്സ് ടു സ്റ്റാർട്ടിംഗ് പൊസിഷനായി നോക്കുമ്പോൾ ഒരു 25 ടോട്ടൽ 30 ആണ്. അപ്പോൾ ബാക്കി വരുന്ന 5 ഉണ്ട്. 5 കിലോമീറ്റർ സൗത്ത് ആണ്. സ്റ്റാർട്ടിംഗ് പൊസിഷൻ നോക്കുമ്പോൾ 5 കിലോമീറ്റർ സൗത്തിലേക്കാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ, അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, 5 കിലോമീറ്റർ സൗത്ത്. അടുത്ത 39, 2 motorcycle riders start from the same point. Rider A goes 15 km north, then turns to his right and rides for another 8 km. Rider B goes 9 km west, then turns north and rides for 4 km, and then turns to his right and rides 17 km. Where is Rider A with respect to Rider B? അത് ചെയ്ത് നോക്കുക, രണ്ടും സെയിം പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നോക്കുക. ആൻസർ നമുക്ക് ഓപ്ഷൻ ബി ആണ്, 11 കിലോമീറ്റർ നോർത്ത് എന്ന് കിട്ടും. ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. At the 40, in the following questions, 2 statements are given followed by 2 conclusions, 1 and 2. You have to consider the statements to be true even if it seems to be at variance from commonly known facts. You have to decide which of the following conclusions, if any, follow from the given statements. Statement 1, no students are scholars. No students are scholars എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ no students are teachers എന്നാണ് പറയുന്നത്. No students are teachers. അപ്പോൾ കൺക്ലൂഷൻ, സം ടീച്ചേഴ്സ് ആർ സ്കോളേഴ്സ്. കൺക്ലൂഷൻ 2, ഓൾ സ്കോളേഴ്സ് ആർ ടീച്ചേഴ്സ്. അപ്പോൾ ഓപ്ഷൻ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്, ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്, ബോത്ത് കൺക്ലൂഷൻ 1 and 2. ഡി, നൈദർ കൺക്ലൂഷൻ 1 നോർ കൺക്ലൂഷൻ 2 ഫോളോസ്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് നൈദർ കൺക്ലൂഷൻ 1 നോർ 2 ഫോളോസ് ആണ്. രണ്ടും ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ടീച്ചേഴ്സ് ഇതൊന്നും പരസ്പരം റിലേറ്റഡ് അല്ല. അപ്പോൾ നൈദർ ആണ്. നൈദർ കൺക്ലൂഷൻ 1 നോർ കൺക്ലൂഷൻ 2 ഫോളോസ്. ഓക്കെ, അടുത്ത 41, ഇൻ ദ ഗിവൻ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓൾ കോട്ടൺ ഈസ് ക്ലോത്ത്. ഓൾ കോട്ടൺ ഈസ് ക്ലോത്ത്. ഇത് വരയ്ക്കാൻ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കും. ക്ലോത്ത്, കോട്ടൺ, എല്ലാ കോട്ടണും ക്ലോത്താണ്. പിന്നെ എന്ത് പറയുന്നുണ്ട്? സം കോട്ടൺ ഈസ് വൂവൺ, അതവിടെ കൊടുക്കുക. പിന്നെ എന്താണ്? സം ഓവൻ ഈസ് ഷർട്ട്സ്. അപ്പോൾ സം ഓവൻസ് എന്താണ്? ഷർട്ട്സും ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 3 എന്താണ്? സം കോട്ടൺ ഈസ് ഓവൻ. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കൊടുത്തു. നമ്മൾ കൺക്ലൂഷൻ എന്താ കൊടുത്തേക്കുന്നത്? സം ഓവൻ ഈസ് ഷർട്ട്സും സം ക്ലോത്ത് ഈസ് ഓവനും ആണ് കൊടുത്തേക്കുന്നത്. കൺക്ലൂഷൻ 3, ഓൾ ക്ലോത്ത് ഈസ് ഷർട്ട്സ് ആണ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, ഓൺലി കൺക്ലൂഷൻ 1 and 2 ഫോളോസ്. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. ചെയ്ത് നോക്കുക, അറിഞ്ഞുകൂടാത്തവരെ പറയുക. അത് 42, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യൂബ് ഇൻ ദ ആൻസർ ഫിഗർ കനോട്ട് ബി മെയ്ഡ് ബേസ്ഡ് ഓൺ ദി അൺഫോൾഡഡ് ക്യൂബ് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഫിഗറായിട്ട് നോക്കുമ്പോൾ നമുക്ക് ആൻസർ എളുപ്പത്തിൽ കിട്ടും. പക്ഷേ ഇതിലെല്ലാം സെയിം ആയിട്ട് വരുന്നുണ്ട്. ഓപ്ഷൻ ഇതിൽ ക്വസ്റ്റ്യൻ റോങ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല, റോങ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു. അവിടെ 43, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആൻസർ ഫിഗർ പാറ്റേൺസ് ക്യാൻ ബി കമ്പൈൻഡ് ടു മേക്ക് ദ ക്വസ്റ്റ്യൻ ഫിഗർ. അത് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ്. അവിടെ 44, ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. ഇതെന്താ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ മെൻ ഹു ആർ നോട്ട് സൈക്ലിസ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. മെന്ന് സൈക്ലിസ്റ്റ് അല്ലാത്തത്, മെന്നിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? സർക്കിളാണ്. സൈക്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിളുമാണ്.
അല്ലേ, ട്രയാങ്കിൾ. അപ്പോൾ അതിൽ വരുമ്പോൾ JCID ഇതാണ് മെന്ന് ഹു ആർ നോട്ട് സൈക്ലിസ്റ്റ്. ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി, JCDI എന്നുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത 45. വിച്ച് ഓഫ് ദി ഫോളോയിങ് വെൻ ഡയഗ്രാംസ് റിപ്രസെൻറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മദേഴ്സ്, നേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്? ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആണ്. മദേഴ്സ്, നേഴ്സ്, എഞ്ചിനീയേഴ്സുമായിട്ട് റിലേഷൻ കാണിക്കുന്നത് ഈ ഒരു ഓപ്ഷനാണ്. 46. വിച്ച് ആൻസർ ഫിഗർ വിൽ കംപ്ലീറ്റ് ദ പാറ്റേൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഫിഗർ? ഓക്കെ, ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. കറക്റ്റ് സി ഇങ്ങനെ വരുമ്പോൾ അതാണ് കറക്റ്റ് സി ആയിട്ട് വരുന്നത്. സി ആണ് ഓപ്ഷൻ. അടുത്ത 47. ഫ്രം ദ ഗീവൻ ഫിഗർ ആൻസർ ഫിഗർ സെലക്ട് ദ വൺ ഇൻ വിച്ച് ദ ക്വസ്റ്റ്യൻ ഫിഗർ ഈസ് ഹിഡൻ ഓർ എംബഡഡ്. ഓക്കെ, അത് നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഈ ആൻസർ ഓപ്ഷൻ എയിൽ നിന്ന് തന്നെ കിട്ടും. 48. എ പീസ് ഓഫ് പേപ്പർ ഈസ് ഫോൾഡഡ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ അറിയാം, ഫെമിലർ ആണ്, വായിച്ചു നോക്കുക. അപ്പോൾ ഇത് തുറക്കുമ്പോൾ എങ്ങനെ വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത 49. ഇഫ് എ മിറർ ഇമേജ് എങ്ങനെ വരുമെന്നാണ്. 49 മിറർ ഇമേജ് ഒക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത 50. ഓക്കെ, ഇത് നമുക്കറിയാവുന്ന എപ്പോഴും SSCയിൽ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? TURFൻ്റെയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുക, ടി എന്ന് പറയുന്നത് ഏതാണ്? ടി എന്ന് പറയുന്നത് എവിടെ വരും? ടി എന്ന് പറയുന്നത് കിടപ്പുണ്ട് 9th റോയും 7. അപ്പോൾ 97 വരുന്നതാണ് ആൻസർ. 97. അപ്പോൾ ആൻസർ വന്നിട്ട് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി. ബാക്കി നോക്കി നോക്കുക, അപ്പോൾ കിട്ടും ആൻസർ. 97 ആണ് വരുന്നത്. ഓക്കെ, അടുത്ത 51 തൊട്ട് 100 വരെ ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സുമാണ്. നമുക്ക് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ആൻസർ ഓപ്ഷൻ സി ആണ് നോമിനൽ അക്കൗണ്ട്. 52. കമ്മോഡിറ്റി ഓർ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഈസ് ഫൗണ്ട് ഇൻ വിച്ച് മാർക്കറ്റ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. 53. ദ എക്കണോമിസ്റ്റ് ഹൂ ഫോർ ദി ഫസ്റ്റ് ടൈം സയൻറ്റിഫിക്കലി ഡിറ്റർമിൻഡ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ ഈസ്? ഓപ്ഷൻ ബി ആണ് VKRV റാവു. 54. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഇലക്ട്രിഫിക്കേഷൻ. അടുത്ത 55. ദ പെർസെൻറ്റേജ് ഓഫ് ഡിക്കേഡൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് 2001-2011 ആസ് പെർ സെൻസസ് 2011 ഈസ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 17.64. 56. ദ കൺസെപ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് ഒറിജിനേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രീസ്? ആൻസർ ഓപ്ഷൻ സി ആണ് ബ്രിട്ടൻ. 57. The Parliament has been given power to make laws regarding citizenship under which article of the Constitution of India? Answer option D ആണ് Article 11. 58. Which one of the following cannot be ground for proclamation of an emergency under the Constitution of India? Answer option D ആണ് internal disturbance. 59. The 100th Amendment in Indian Constitution provides? Answer option B ആണ് acquiring of territories by India and transfer of certain territories to Bangladesh. 60. Which one of the following is not a constitutional body? Answer option D ആണ് the National Commission for Women. 61. Which Buddhist scripture describes about 16 Mahajanapadas? Answer option C ആണ് Anguttara Nikaya. 62. The Chinese pilgrim who visited India in the early 6th century was? Answer option C ആണ് Sung Yang. 63. Which one of the following was the capital of Sultanate during the reign of Iltutmish? Answer option D ആണ് Delhi. 64. The ideas of non-cooperation movement during freedom struggle did not envisage on dash? Answer option C ആണ് common riots. 65. Who among the following participate in the salt satyagraha of India? Answer all the options are correct ആണ്. സരോജിനി നായിഡു ഉണ്ട്, രാജ്കുമാരി അമൃത് കൗർ ഉണ്ട്, കമലാദേവി ചതോപാധ്യായ ഉണ്ട്. എല്ലാവരും ഉണ്ട്. all options are correct ആണ്. 66. Which among the following is not the result of underground water action? Answer option A ആണ് fjords. 67. In which of the following countries the Great Victorian Desert is located? Answer option C Australia. 68. Which of the following is a typical feature of river erosion in youthful stage? Answer option A ആണ് George. 69. Which of the following Indian state does not share boundary with Myanmar? Answer option A ആണ് Assam. 70. Bhavani Sagar Dam or lower Bhavani Dam is located in which state? Answer option C ആണ് Tamil Nadu. 71. Which of the following is a scheme of Government of India for providing online connection of LPG? Answer option A ആണ് Sahaj. 72. Which one of the following scheme is aimed at all-round development of adolescent girls in the age group of 11 to 18 years and making them self-reliant? Answer option A ആണ്
RGSEAG, അതായത് രാജീവ് ഗാന്ധി സ്കീം ഫോർ എംപവർമെൻറ്റ് ഓഫ് അഡോൾസെൻറ്റ് ഗേൾസ് ആണ് ആൻസർ. 73 ഭാരത് നെറ്റ് പ്രോജക്റ്റ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ടു ഗ്രാം പഞ്ചായത്ത്സ്. 74 വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രീസ് വിൽ ഹോസ്റ്റ് ദ കോമൺവെൽത്ത് ഗെയിംസ് ഇൻ 2018? ഓക്കെ, ഇത് ആ സമയത്തെ ക്വസ്റ്റ്യനിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ ഈ ടൈമിലെ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കി പഠിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓസ്ട്രേലിയ. 75 ഇൻ ഡിസംബർ 2017 ഹൂ വൺ ദ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ 2017 ഹെൽഡ് ഇൻ റിയാദ്, സൗദി അറേബ്യ? ആൻസർ ഓപ്ഷൻ ബി ആണ്, വിശ്വനാഥൻ ആനന്ദ്. 76 ഗാന്ധി ഇൻ ചമ്പാരൻ ഇസ് റിട്ടേൺ ബൈ? ആൻസർ ഓപ്ഷൻ സി ആണ്, ദിൻനാഥ് ഗോപാൽ ടെണ്ടുൽക്കർ. 77 ഹൂ അമംഗ് ദ ഫോളോയിങ് ഹാസ് റിസീവ്ഡ് അർജുന അവാർഡ് ഇൻ ദ ഓഗസ്റ്റ് 2017? ആൻസർ ഓപ്ഷൻ എ ആണ്, ഹർമൻപ്രീത് കൗർ ആണ്. ഓക്കെ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് നോക്കുക. 78 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ 40th ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഫ്രം ഇന്ത്യ ടു ബി ലിസ്റ്റഡ് ഇൻ യുനെസ്കോസ് ലിസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി? ആൻസർ ഓപ്ഷൻ സി ആണ്, കുംഭമേള. 79 the Union Finance Ministry Revenue Department has imposed a 5-year anti-dumping duty on sodium nitrate imports from which of the following country? Answer option B, China. 80 which neighboring country of India celebrates its Independence Day on March 26? Answer option A, Bangladesh. 81 which of the following is not an operating system? Answer option D, MS Excel. 82 instructions to computer are given through input unit? Option A. 83 which of the following is slaked lime? Answer option A, CaOH twice. 84 among the following respiration is which type of process? Okay, answer option A ആണ്, exothermic process only. 85 in modern periodic table while moving left to right across a period the metallic character? Answer option B, decreases. 86 how many moles are present in 36 gram of water? Answer option B ആണ്, 2. അതായത് 36/18 ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 18 ആണ്. അപ്പോൾ 36/18 ചെയ്യുമ്പോൾ 2 കിട്ടും. അടുത്ത 87 ഇൻ വിച്ച് മിറർ ഇമേജ് ഫോംഡ് ഈസ് വിർച്വൽ ഇറക്റ്റ് പോയിന്റ് സൈസ്ഡ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കോൺവെക്സ്. 88 വിച്ച് ഓഫ് ദി ഫോളോയിങ് അഫക്ട്സ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി വയർ? റെസിസ്റ്റിവിറ്റി, ലെങ്ത് ഓഫ് വയർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് വയർ? ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ്. 89 വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? Force applied on conductor depends on magnitude of current. Force applied on the conductor depends on magnitude of magnetic field strength. അത് രണ്ടുമാണ് കറക്റ്റ്. ആൻസർ ഓപ്ഷൻ എ ആണ്, only 1 and 2. അടുത്ത 90 the direction of heat flow between two body depends on which of the following? ആൻസർ ഓപ്ഷൻ സി ആണ്, their temperatures. 91 which disease is caused by deficiency of vitamin A? ആൻസർ ഓപ്ഷൻ ബി, night blindness. 92 air enters the body of cockroach through spiracles ആണ്, ഓപ്ഷൻ സി. 93 which of the following carry the blood from all parts of the body back to the heart? ആൻസർ ഓപ്ഷൻ ബി ആണ്, veins. 94 which of the following is an example of unicellular organisms? യുഗ്ലീന, അമീബ, പാരമീസിയം? മൂന്നും യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ്. 95 which of the following controls the size of pupil in human eye? ആൻസർ ഓപ്ഷൻ ബി ആണ്, iris. 96 which of the following disease is generally caused by virus? Answer option A, dengue fever. 97 which of the following diseases are not caused by smoke? Answer option A, rickets. 98 which of the following gas is the second most abundant gas by volume in atmosphere? Answer option C ആണ്, oxygen. 99 with respect to humans why is carbon monoxide a pollutant? Answer option C, it reacts with hemoglobin. 100 oil spills is seen in which ecosystem? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മറൈൻ എക്കോസിസ്റ്റം. ഓക്കെ ആണോ? ഇത്രയാണ് 100 ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത വീഡിയോയിൽ ഇതിൽ വരുന്ന ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓൾസോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു.